ഇങ്ങനെ കുടിച്ചു കുടിച്ച് സ്വയം ഇല്ലാതാവാനാണോ ഭാവം? വേറെന്തെങ്കിലും പണി വേണ്ടേ? ഉണ്ടായിരുന്ന നല്ലൊരു ജോലി നീയായിട്ട് ഇല്ലാണ്ടാക്കിയില്ലേ? വക്കീലും മഞ്ചാടിയും വന്നപ്പോ നിങ്ങൾ എന്തിനാ അവരോട് അങ്ങനെ പെരുമാറിയത്? അവര് നമ്മുടെ നല്ലതിന് വേണ്ടിയല്ലേ ഓരോന്ന് ചെയ്യുന്നത്. അവര് പറഞ്ഞിട്ട് പോയത് കേട്ടല്ലോ. ജയിലിൽ പോകാതെ പിടിച്ചു നിക്കണമെങ്കിൽ മിനിമം 25 ലക്ഷം രൂപയെങ്കിലും വേണം. 25 ലക്ഷം പോയിട്ട് 25 രൂപ എടുക്കാനില്ല എന്റെ കയ്യിൽ. അത് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് നിനക്ക് തന്നെയല്ലേ? ഇത്രയും ബന്ധങ്ങളും പിടിപാടുമുള്ള കലാവധി വിചാരിച്ചാൽ 25 ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റില്ലേ? അടി തെറ്റിയാൽ ആനയും വീഴും ചന്ദ്ര. പണവും പ്രതാപവും ഒക്കെ ഉള്ള കാലത്ത് എല്ലാവരും കൂടെ ഉണ്ടാവും. കൂടെയുള്ളവര് തേനും പാലും ഒഴുക്കി സംസാരിക്കും. പക്ഷെ ഒന്ന് വീണു പോയാ 5 പൈസയുടെ ഉപകാരം പോലും ആരെയും കൊണ്ടുണ്ടാവില്ല. സ്വന്തം നിഴല് പോലും ചതിക്കും. കലാവധി ഫിലോസഫിയൊക്കെ പറഞ്ഞു തുടങ്ങിയല്ലേ? നിനക്ക് ഇത്രയും തിരിച്ചറിവുകളൊക്കെ ഉണ്ടായത് തന്നെ വലിയ കാര്യമല്ലേ? ഈ പാഠം പഠിക്കാൻ വേണ്ടി സ്വത്തുക്കളൊക്കെ പോയി എന്ന് വിചാരിച്ചാ മതി. അങ്ങനെ വിട്ടുകളയാനേ എനിക്ക് മനസ്സില്ല. 25 ലക്ഷം രൂപ ഉണ്ടാക്കാൻ നിങ്ങൾ എന്നെ സഹായിച്ചേ പറ്റൂ. നടക്കില്ല. എന്തുകൊണ്ട് നടക്കില്ല? നിങ്ങളൊരാണല്ലേ. ഒരു പെണ്ണായ ഞാൻ ഇത്രയും കാശിനായിട്ട് ഇറങ്ങി തിരിച്ചാ സഹായിക്കാൻ ആളുകളൊക്കെ ഉണ്ടാവും. പക്ഷേ അവർക്ക് വേറെ പല ഉദ്ദേശങ്ങളും കാണും. ഞാൻ അങ്ങനെ ഇറങ്ങി തിരിക്കണോ? പറയാൻ. നീ ഒന്നിനും ഇറങ്ങി തിരിക്കണ്ട. വക്കീല് പറഞ്ഞ പോലെ നീ വെറും മാപ്പുസാക്ഷിയായി ഇവിടെ ഇരുന്നാ മതി. എല്ലാ കുറ്റങ്ങളും തലയിലേറ്റി ഞാൻ പൊക്കോളാം ജയിലിലേക്ക്. നിന്റെ കൂടെ ഈ വീട്ടിൽ താമസിക്കുന്നതിനേക്കാൾ ഭേദം ജയിൽവാസം തന്നെയാ. പോത്തിന്റെ ചെവിയിൽ വേദം ഓതാൻ വന്ന എന്നെ പറഞ്ഞാ മതിയല്ലോ. കഷ്ടം. കഴിഞ്ഞില്ല ഇവളുടെ ഒടുക്കത്തെ ഫോൺ വിളി. എങ്ങനെയെങ്കിലും ഇവളെ മുറിയിൽ നിന്ന് പുറത്താക്കണം. എങ്കിലേ സ്വർണ്ണം അടിച്ചു മാറ്റാൻ എനിക്ക് പറ്റൂ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.